ഓക്കെ, നമുക്കിപ്പോൾ 10th പാറ്റേണിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. നിങ്ങൾ പാർട്ട് 8 വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാവും. ഇതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ പാർട്ട് 8 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അതുപോയി കണ്ടിട്ട് ഇത് വന്ന് കാണുക. ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അതിൻ്റെ ലിങ്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ ഫസ്റ്റ് റോയിൽ നമുക്ക് എലമെൻറ്റ്സ് നോക്കാം. അതായത് 5 4 3 2 1. ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്സ് നോക്കി 5 4 3 2 1 സെയിം ആണ് അല്ലേ, സെയിം അല്ലേ. ഇപ്പോൾ സെക്കൻഡ് റോ നോക്കിയേ 4 3 2 1. സെക്കൻഡ് കോളം നോക്കിയേ 4 3 2 1. ഇത് രണ്ട് സെയിം ആണ്. നമ്മൾ 8th പാർട്ടിലെ വീഡിയോയിൽ നമ്മൾ കണ്ടു 1 2 3 4 5. ഇവിടെയും 1 2 3 4 5 ആയിരുന്നു ആ പാറ്റേൺ, നമ്മൾ 8th പാർട്ടിൽ കണ്ട പാറ്റേൺ. അതുപോലെ എല്ലാം സെയിം ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്താ വ്യത്യാസം വന്നേക്കണം? ഇവിടെ വേറൊന്നും വ്യത്യാസമില്ല. ഇവിടെ ഫൈവ് മുതൽ 1 വരെ, അതായത് മറ്റേത് 1 തൊട്ട് 5 വരെ ആയിരുന്നു. ഇവിടെ നേരെ തിരിച്ച് 5 മുതൽ 1 വരെ. അതാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. I = 5, I > 1, I++. അടുത്തതിൽ എന്താണ്, J = I. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്താണ്, കോളവും റോയും സെയിം ആണ്. ഓക്കെ, അതായത് സെയിം എലമെൻ്റ് തന്നെയാണ് വന്നത്. അതായത് 5 4 3 2 1, 5 4 3 2 1. അതാണ് J = I കൊടുത്തേക്കണത്. ഓക്കെ, J > 1, J -- ഇവിടെയാണ് വേറൊരു ചേഞ്ച് വന്നേക്കുന്നത്. കാരണം മറ്റേതിൽ 1 മുതൽ 5 തന്നെ ആയിരുന്നുകൊണ്ട് J++ ആയിരുന്നു. അതായത് 1 2 3 4 5 1 2 3 4 അങ്ങനെയായിരുന്നു. ഇവിടെ നമുക്ക് എന്താണ്, J -- നേരെ കുറവാണ് നമുക്ക് വരുന്നത്. അതായത് 5 4 3 2 1 കുറയാണ് ചെയ്യണത്. ഓക്കെ, അതാണ് ഇവിടെ വന്ന വ്യത്യാസം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിൻ്റെ I = 5 ആണ്. I > 1 കണ്ടീഷൻ കറക്റ്റാണ്. J = Iലോട്ട് പോകും. J എന്താണ്, അപ്പോൾ J 5 ആയി. ഓക്കെ, J > 1. അതെന്താണ്, 5 > 1 ആണ്. കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ J പ്രിൻ്റ് ചെയ്യും. അപ്പോൾ എന്താണ്, 5 പ്രിൻ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റും, J - പോകും. J - ആകുമ്പോൾ എന്തായി, 5 എന്ന് പറയുന്നത് 4 ആയി. 4 > 1 കണ്ടീഷൻ കറക്റ്റാണ്, പ്രിൻ്റ് ചെയ്യും. അടുത്തെന്ന് പറഞ്ഞാൽ എന്താ, വീണ്ടും - ആവും. അപ്പോൾ എന്തായി, 4 എന്ന് പറഞ്ഞത് 3 ആയി. 3 > 1 കണ്ടീഷൻ കറക്റ്റാണ്, പ്രിൻ്റ് ചെയ്യും. അടുത്തത് വീണ്ടും അങ്ങനെ - പോകും. അപ്പോൾ എന്ത് പറ്റി, 3 എന്ന് പറഞ്ഞത് 2 ആയി. 2 > 1 കണ്ടീഷൻ കറക്റ്റാണ്. പിന്നെ അടുത്തത് 1 ആവും. 1 > 1 കണ്ടീഷൻ കറക്റ്റാണ്. അടുത്തെത്തുമ്പോൾ നമുക്ക് കണ്ടീഷൻ തെറ്റും. അപ്പോൾ എന്ത് പറ്റും, പ്രിൻ്ററിലോട്ട് വരും. അപ്പോൾ കേഴ്സർ ഇവിടെ എത്തി. ഇവിടെ നേരെ എന്ത് പറ്റും, I++ പോകും. I++ എന്തായി, അപ്പോൾ 5 എന്ന് പറയുന്നത്, സോറി ഇവിടെ I - ആണ് കേട്ടോ. ഇവിടെ നമുക്ക് 5ൽ നിന്ന് നമുക്ക് കുറഞ്ഞല്ലോ I - ഓക്കെ, സോറി. അപ്പോൾ I - പോകും. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ എന്തായി, 4 ആയി. ഓക്കെ, 4 > 1 കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ Jയിലോട്ട് വരും. J = ഇപ്പോൾ എന്തായി, 4 ആയി. J = I ആണ്. ഓക്കെ, J = അപ്പോൾ 4 ആയി. 4 > 1 കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ എന്ത് വരും, പ്രിൻ്റ് ചെയ്യും. 1 ആവണേലും നമ്മൾ പ്രിൻ്റ് ചെയ്യും. അടുത്തതിൽ എന്ത് പറ്റും, പ്രിൻ്ററിലോട്ട് വരും. കേഴ്സർ ഇവിടെ എത്തി. ഇവിടെ നിന്ന് എന്ത് പറ്റും, I - ആവും. അപ്പോൾ എന്തായി, 4 എന്ന് പറയുന്നത് 3 ആയി. അപ്പോൾ എന്താണ്, കണ്ടീഷൻ നോക്കും. 3 > 1 കണ്ടീഷൻ കറക്റ്റാണ്. J = Iലോട്ട് പോകും. അപ്പോൾ എന്തായി, 4 എന്ന് പറയുന്നത് 3 ആയി. ഓക്കെ, J എന്ന് പറയുന്നത് 3 ആയി. ഓക്കെ, J <= 1 കണ്ടീഷൻ കറക്റ്റാണ്, പ്രിൻ്റ് ചെയ്യും. എന്ത് ചെയ്യും, 3 പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അവിടെ നിന്ന് എന്ത് ചെയ്യും, പിന്നെ - ആവും. അങ്ങനെ 1 ആവണ വരെ പ്രിൻ്റ് ചെയ്യും. അടുത്തതിൽ എന്താവും, വീണ്ടും പ്രിൻ്ററിലോട്ട് പോകും. പിന്നെയും I - ആവും. ഇപ്പോൾ എന്തായി, 2 1 ആവണ വരെ പൊക്കോണ്ടിരിക്കും. അടുത്തതിൽ എന്തായി, I - ആയി. അപ്പോൾ I എന്ന് പറയുന്നത് 1 ആയി. 1 > 1 കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യും, 1 പ്രിൻ്റ് ചെയ്യും. അതിൻ്റെ J - ആകുമ്പോൾ എന്തായി, 1 0 ആയി. കണ്ടീഷൻ തെറ്റി. ഇവിടെ നിന്ന് നേരെ എന്തായി, പ്രിൻ്ററിലോട്ട് വരും. ഇവിടെ നിന്ന് എന്ത് ചെയ്യും, I - പോകും. I - ആകുമ്പോൾ എന്തായി, 1 എന്ന് പറയുന്നത് 0 ആയി. കണ്ടീഷൻ തെറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്.